SFI പ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാരൻ മിഥുൻ റോയിക്കെതിരായ ജാമ്യമില്ലാ വകുപ്പ് പിൻവലിച്ചാൽ കോടതിയെ സമീപിക്കാൻ CPIM. ഗുണ്ടകൾ പെരുമാറുന്ന രീതിയിലാണ് CPO മിഥുൻ റോയ് SFI പ്രവർത്തകരെ ആക്രമിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി V. ജോയ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. SFI പ്രവർത്തകരെ ഇടിവള ഊരിയിടിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ട്. പേട്ട പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടാക്കിയതിന് ക്യാമ്പിലേക്ക് ഇയാളെ മാറ്റിയിരുന്നു. മിഥുൻ റോയ് സ്ഥിരം പ്രശ്നക്കാരനാണെന്നും V. ജോയ്. ഗുണ്ടകൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ വിദ്യാർത്ഥികളോട് പെരുമാറുന്ന ഒരു രീതി ശരിയല്ല. പോലീസിനകത്ത് മാന്യമായി പ്രവർത്തിക്കുന്നവരാകണം. ഇത്തരം ചില ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ പോലീസിൽ പാടില്ല. അത് തന്നെയാണ് പ്രധാനം. അപ്പോൾ SFIക്കാർ എൻ്റെ പുറകെ നടന്ന് എന്നെ പ്രകോപിപ്പിച്ച് എന്നെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ പോലീസുകാരൻ്റെ മൊഴി. അതേസമയം SFIക്കാരെ സംബന്ധിച്ചിടത്തോളം വള ഊരി ഇടിക്കുകയാണ് ചെയ്തത്. അതിനെ സംബന്ധിച്ച മൊഴിയാണ് കൊടുത്തത്. അതിൻ്റെ ദൃശ്യവുമുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലും ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഏത് പോലീസ് ഓഫീസർക്കും ഇത് മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി അതിന് അനുയോജ്യമായിട്ടുള്ള സെക്ഷൻ അവർ കുറവ് ചെയ്യുകയോ ഇടാതിരിക്കുകയോ ചെയ്താൽ ഞങ്ങൾ കോടതിയിൽ പോകും. അതോടുകൂടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ ആ കേസ് നേരിടേണ്ടി വരും മിസ്റ്റർ മിഥുൻ റോയ്. അപ്പോൾ കുറച്ചൊക്കെ അടക്കവും ഒതുക്കമൊക്കെ നല്ലതാണ്. മൃദുഭാവേ ദൃഢകർമ്മ എന്നുള്ളതാണ് നമ്മുടെ പോലീസിൻ്റെ ആപ്തവാക്യം. അതിടയ്ക്ക് മിഥുൻ റോയെ പോലെയുള്ള ചില പോലീസുകാർ മറന്നുപോകുന്നു എന്നുള്ളതാണ്. കയ്യിലൊരു ലാത്തി കിട്ടിയ തലമണ്ടയ്ക്ക് അടിച്ച് കീറാം എന്നുള്ളതാണ് പോലീസുകാരുടെ മനസ്സിലിരിപ്പെങ്കിൽ അതൊന്നും ഈ നാട്ടിൽ നടക്കില്ല.